നൂറ്റാണ്ടുകളായി ഭാരതത്തിലെ ക്രൈസ്തവർ അവരുടെ അധ്വാനത്തിൽ നിന്ന് പടുത്തുയർത്തിയ ദൈവാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, അനാഥ മന്ദിരങ്ങൾ രാജ്യത്തിൻ്റെ വികസനത്തിനും കെട്ടുറപ്പിനും അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഏവരും അംഗീകരിക്കുന്നതാണ്. ഇത്തരം ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ സ്വയം പര്യാപ്തതയുടെ അപര്യാപ്തത മൂലം നാട്ടിലെയും മറ്റ് ദേശങ്ങളിലെയും അഭ്യുദയകാംക്ഷികളിൽ നിന്ന് ലഭിച്ച ചെറുതും വലുതുമായ സംഭാവനകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ സംഭാവനകൾ എപ്പോഴും രാജ്യത്തിൻ്റെ നന്മയ്ക്കും രാജ്യ താൽപ്പര്യത്തിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. 1976 നിലവിൽ വരികയും 2010 പരിഷ്കരിക്കുകയും ചെയ്ത ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് അതിപ്പോൾ 2026 മാർച്ചിൽ അത് അമെൻഡ് ചെയ്ത് പാർലമെൻറ്റിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ബില്ലിലെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചത്, ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ പ്രത്യേക അതോറിറ്റി വരികയാണ്. ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ലൈസൻസ് റദ്ദാക്കപ്പെടുകയോ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ പുതുക്കി നൽകാതിരിക്കുകയോ ചെയ്യുന്ന NGOകളുടെ വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതോ വാങ്ങിയതോ ആയ സ്വത്തുക്കൾ ഏറ്റെടുക്കാനും കൈകാര്യം ചെയ്യാനും വിൽക്കാനും അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ ഈ പുതിയ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. മറ്റൊരു മാറ്റം സ്വത്തുക്കളുടെ സ്ഥിരമായ ഏറ്റെടുക്കലാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ NGOകൾക്ക് തങ്ങളുടെ ലൈസൻസ് തിരികെ ലഭിച്ചില്ലെങ്കിൽ ആ സംഘടനയുടെ സ്വത്തുക്കൾ പൂർണ്ണമായും സർക്കാരിലേക്ക് കണ്ടുകെട്ടപ്പെടും, പെർമനൻ്റ്ലി വെസ്റ്റഡ്. ഈ സ്വത്തുക്കൾ പിന്നീട് സർക്കാർ ഏജൻസികൾക്ക് കൈമാറുകയോ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാം. അടുത്ത ഒരു വ്യത്യാസം, കൂടുതൽ പേർക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വം നൽകുന്ന ഒരു ബില്ല്. അതായത് നിയമലംഘനം നടന്നാൽ സംഘടനയുടെ പ്രധാന ഭാരവാഹികൾക്ക് പുറമെ ഡയറക്ടർമാർ, ട്രസ്റ്റിമാർ, പാർട്ട്ണർമാർ തുടങ്ങിയവരിലേക്ക് നിയമപരമായ ഉത്തരവാദിത്വം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബില്ല് വിവാദമാകുന്നത്? ധാരാളം സന്നദ്ധ സംഘടനകളും സഭകളും മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികളും സഭയും എല്ലാം ഈ ബില്ലിനെക്കുറിച്ച് ഈ പ്രത്യേകമായ നിരീക്ഷണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഏകാധിപത്യപരമായ ഒരു അധികാരം ഈ ബില്ലിലൂടെ നൽകപ്പെടുന്നു. അതായത് കോടതിയുടെ യാതൊരു ഇടപെടലും ഇല്ലാതെയും കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ സംഘടനകളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ സർക്കാരിന് പരിധിയില്ലാത്ത അധികാരം നൽകുന്നതാണ് ഈ ഒരു വലിയ വെല്ലുവിളി. ഭരണഘടന നൽകുന്ന അവകാശങ്ങളിൽ നിന്നുകൊണ്ട് നിയമപരമായി കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപോ വിശദീകരണം നൽകുന്നതിന് അവസരം നൽകാതെയോ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് സർക്കാർ ഏജൻസികൾ ദുരുപയോഗം ചെയ്യുകയോ പൗരാവകാശങ്ങൾ ധ്വനിക്കപ്പെടുകയോ ചെയ്യാം. ലൈസൻസ് റദ്ദാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 21,900 അതിലധികം NGOകളുടെ FCRI റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മിക്കവയും നിസ്സാരമായ കുറവുകൾ കണ്ടെത്തി റദ്ദാക്കപ്പെട്ടവയാണ്. ഈ പുതിയ നിയമം കൂടി വരുമ്പോൾ പല സംഘടനകളുടെയും പ്രവർത്തനവും നിലനിൽപ്പും പ്രതിസന്ധിയിലാകും.